അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിയാവണമല്ലോ, പിണറായി വിജയൻ SIT ചോദ്യം ചെയ്യണമല്ലോ, പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി നിൽക്കുന്ന പടമുണ്ടല്ലോ. അല്ലല്ല, ആര് അപ്പോയിന്റ്മെന്റ് കൊടുത്ത എന്താ കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ, ഒരു കേസിൽ ഇപ്പൊ പ്രതിയാ, അയാൾ അന്ന് പ്രതിയല്ലല്ലോ, അല്ലല്ല അന്നായാലും പ്രതിയല്ലല്ലോ. അതിനേക്കാൾ എളുപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി അറിയാൻ എളുപ്പം പിണറായി വിജയനല്ലേ. പിണറായി വിജയന്റെ സഹപ്രവർത്തകരാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ കയറി ഈ അയ്യപ്പന്റെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചത്. എന്നിട്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് പോലും അറിയാതെയാണോ മുഖ്യമന്ത്രി കൂടെ നിന്നത്? ഞാൻ മുഖ്യമന്ത്രി കൂടെ നിന്നതിനെ കുറ്റപ്പെടുത്തില്ല. അല്ല കേൾക്ക്, ഞാൻ മുഖ്യമന്ത്രി കൂടെ നിന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം മുഖ്യമന്ത്രിക്ക് അറിയണമെന്നില്ല ഇയാൾ കൊള്ളക്കാരനാണോ അല്ലേ എന്ന്. പക്ഷെ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിന്ന് ഫോട്ടോ ഉള്ളതിന്റെ പേരിൽ അടൂർ പ്രകാശിനെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യണം. ആ പോറ്റിയുടെ കൂടെ ഉണ്ട്, പോറ്റിയുടെ കൂടെ പിണറായി വിജയനും ഉണ്ട്. ആര് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്താലും എന്താ കുഴപ്പം? അന്നായാലും ഏതെങ്കിലും കേസിൽ പ്രതിയാണോ? അവരെയൊക്കെ എത്ര പേര് കാണുന്നു? 100 കണക്കിന് ആളുകൾ കാണും. അവരെയൊക്കെ എത്ര പേര് കാണും? അല്ല, അത് ചോദിക്കേണ്ട ആവശ്യമില്ല. അന്നയാൾ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ആളല്ലല്ലോ. അയാൾക്ക് പല ബന്ധങ്ങളും കാണും, പല ആളുകൾ കാണും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ മനഃപൂർവ്വം പോയി ആളുകളെ കണ്ട് ഫോട്ടോയൊക്കെ എടുക്കും. അത് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല, അതൊരു തെറ്റല്ല. ഞാൻ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരായി സമൂഹ മാധ്യമങ്ങളിലും വലിയൊരു വാർത്ത വന്നു. എന്താണ്? ഒരു വ്ളോഗറെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു. ആ വ്ളോഗർ പിന്നീട് സ്പൈ ആയി. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിച്ചല്ലോ ആ വിവാദം. മുഹമ്മദ് റിയാസ് തെറ്റുകാരനല്ലാന്ന് ഞാൻ പറഞ്ഞു. സ്പൈ ആണെന്ന് അറിഞ്ഞിട്ടാണോ വ്ളോഗറെ കൊണ്ടുവരുന്നത്? അല്ലല്ലോ, ഒരിക്കലും കൊണ്ടുവരില്ലല്ലോ. പിന്നീട് അയാൾ സ്പൈ ആയി മാറിയതിന് മന്ത്രി എന്ത് തെറ്റ് ചെയ്യാന്? കേരള രാഷ്ട്രീയത്തിൽ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ. ഞാനാ പറഞ്ഞത് റിയാസ് തെറ്റുകാരനല്ല. അന്നത്തോണ്ട് അവസാനിച്ചല്ലോ ആ വിവാദം. അതൊക്കെ മര്യാദയാണ്. നാളെ എനിക്കും പറ്റും. കാരണം ഞാൻ എയർപോർട്ടിൽ പോകുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ എൻ്റെ കൂടെ നിന്ന് പടം എടുക്കുന്നുണ്ട്. ചിലവന്മാർ തോളയിലും കൂടി കൈവയ്ക്കുന്നുണ്ടെന്ന്. ഞാൻ ആകെ ചെയ്യുന്നത് ആ തോളയിലെ കൈ മാത്രം എടുത്തും മാറ്റലാണ്. നാളെ അവനെ വല്ല സ്വർണ്ണക്കള്ളക്കെടുത്ത് കേസിലാ വേറെ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്താൽ നിങ്ങളപ്പം ഞാൻ അവൻ്റെ കൂടെ വിളിച്ചുകൊണ്ടിരിക്കുന്ന പടം ഇടൂലേ? എന്ത് ചെയ്യാൻ പറ്റും? ആ തോളയിലും കൂടി കൈയിട്ട് കഴിഞ്ഞാലാ ഭയങ്കര ബന്ധമെന്ന് പറയും നിങ്ങൾ തമ്മിൽ. ഈ ഒരു പരിചയമില്ലാത്ത ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ഇപ്പൊ തോളയിൽ കൈയെടുത്ത് മാറ്റാറുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇവര് നാണം കെട്ട് നിൽക്കുവാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സ്വർണം കട്ടതിൽ നാണം കെട്ട് നിൽക്കുവാണ്. അപ്പൊ പിന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റില്ലെന്ന്. സ്വർണം കട്ടത് CPM നേതാക്കളാണ്. അവര് വേറെ ആരെയും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യിച്ചിട്ടില്ല. അവരാണ് കട്ടിരിക്കുന്നത്. അവരുടെ 3 നേതാക്കന്മാർ ജയിലിൽ കിടക്കാണ്. ഉറപ്പായിട്ട് വരും. ഞാൻ പറഞ്ഞ ആളുകളൊക്കെ ഇപ്പൊ ചോദ്യം ചെയ്യേണ്ടി വന്നില്ലേ SITക്ക്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യേണ്ടി വന്ന്? മൊഴികളുടെ അടിസ്ഥാനത്തിൽ. ചോദ്യം ചെയ്യൽ മാത്രമല്ല, അറസ്റ്റിലേക്ക് നീങ്ങേണ്ടി വരും. തെളിവുകളുണ്ടല്ലോ. എന്നോട് പറയാണ് കടകംപള്ളി സുരേന്ദ്രൻ, ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ട് 84 ദിവസമായി. കോടതിയിൽ ഒരു കീറക്കടലാസ് പോലും ഞാൻ ഇതുവരെ തെളിവായി ഹാജരാക്കിയില്ല. ഒന്ന് കടകംപള്ളിയോട് പറയാൻ, കോടതിയിലെ കീറക്കടലാസ് അല്ല തെളിവായിട്ട് ഹാജരാക്കണം. 1. 2, മന്ത്രിയായിരുന്ന MLA ആയിരുന്ന ഒരാൾക്ക് ഒരു സിവിൽ കോടതിയിലെ പ്രൊസീഡിങ്സ് ഇത്ര നാളായിട്ട് അറിയില്ലേ? എനിക്കിഷ്ടമുള്ളപ്പോൾ കൊണ്ട് തെളിവ് ഹാജരാക്കാൻ പറ്റുമോ? സിവിൽ കോടതിയിൽ എനിക്ക് കൊടുത്തിരിക്കുന്ന കേസിൽ അയ്യോ എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ ഞാൻ സിവിൽ കോടതിയുടെ മുമ്പിൽ കൊണ്ട് തെളിവ് സിവിൽ കോടതിയുടെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിൽ എന്നെ വിളിക്കും, എന്നോട് തെളിവുകൾ ഹാജരാക്കാൻ പറയും, ഞാൻ തെളിവുകൾ ഹാജരാക്കും. അപ്പോഴല്ലേ തെളിവ് ഹാജരാക്കാൻ പറ്റുള്ളൂ. ഒന്നും പറയാനില്ലാണ്ട് വിളിച്ചു കൂവാണ്, ഉറക്കെ വിളിച്ചു പറയാ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം എനിക്കയച്ച നോട്ടീസിൽ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാനത് കണ്ടസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന്. അപ്പോഴാണ് 2 കോടി രൂപയ്ക്ക് മാനനഷ്ട കേസ് കൊടുത്തത്. കോടതി കൊടുത്തപ്പോൾ 2 കോടി രൂപയുടെ മാനം 10 ലക്ഷമായിട്ട് കുറഞ്ഞത്. കോടതിയിൽ ഇപ്പോൾ 10 ലക്ഷമുള്ളൂ. 2 കോടിക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കൊടുത്തോളാൻ പറഞ്ഞ് ഞാൻ മറുപടി കൊടുത്തത്. അല്ലെങ്കിൽ അയ്യോ 10 ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറഞ്ഞാൽ ഞാൻ പറയില്ലേ? മറുപടിയില്ലേ? തെളിവ് അപ്പോൾ ഹാജരായിക്കോളാം. ഇപ്പൊ തന്നെ ആയല്ല, കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിയ ഞാൻ തെളിവ് ഹാജരാക്കേണ്ടി വരില്ലല്ലോ. പോലീസിനെ അയച്ചിട്ടിരിക്കുക. നിങ്ങൾക്ക് അറിയാലോ, പോലീസ് മർദ്ദനം
ഒരു ഗർഭിണിയായ സ്ത്രീയുടെ മുഖത്ത് അടിക്കുന്നത് കണ്ടില്ലേ? ശുചിത്തിനെ മർദ്ദിക്കുന്നത് കണ്ടില്ലേ? പോലീസ് എന്തെല്ലാമാണ് ചെയ്യുന്നത്? പോലീസിന്റെ മീതെ ഒരു നിയന്ത്രണവും ഇല്ല. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ, കേരളത്തിലെ പോലീസ് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്.